നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ തുള്ളി രക്തത്തിന് ജീവന്റെ പ്രാരംഭഘട്ടങ്ങൾ വരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വന്ധ്യത എന്ന വലിയ പ്രതിസന്ധിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പോകുന്ന തരത്തിലുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു പുതിയ മെഡിക്കൽ കണ്ടെത്തലാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്. കാലിഫോർണിയയിലെ കൺസെപ്ഷൻ എന്ന സ്റ്റാർട്ടപ്പ് ബയോടെക്നോളജി കമ്പനിയാണ് മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായി രക്തകോശങ്ങളിൽ നിന്ന് മനുഷ്യന്റെ അണ്ഡകോശങ്ങൾ ലാബിൽ വിജയകരമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ചെറിയൊരു രക്തസാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന രക്തകോശങ്ങളെ ശാസ്ത്രജ്ഞർ ആദ്യം മൂലകോശങ്ങൾ അഥവാ സ്റ്റെം സെല്ലുകളായി റീപ്രോഗ്രാം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. തുടർന്ന് ലാബിൽ കൃത്രിമമായി നിർമ്മിച്ച ഒരു ചെറിയ അണ്ഡാശയ കോശ സംയുക്തത്തിനുള്ളിൽ വെച്ച് ഇവയെ പ്രാരംഭഘട്ടത്തിലുള്ള അണ്ഡകോശങ്ങളായി സ്വാഭാവികമായ രീതിയിൽ വളർത്തിയെടുത്തു. അണ്ഡകോശങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു കോശങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ അവയ്ക്ക് ശരിയായ രീതിയിൽ വളർച്ച പ്രാപിക്കാൻ സാധിക്കൂ എന്നതിലാണ് ശാസ്ത്രജ്ഞർ ഇത്തരമൊരു കൃത്രിമ അണ്ഡാശയം തന്നെ ലാബിൽ പുനഃസൃഷ്ടിച്ചത്. നിലവിലെ പരീക്ഷണങ്ങൾ ആദ്യഘട്ടത്തിലാണെന്നും ഈ കോശങ്ങൾ ഗർഭധാരണത്തിന് ഉപയോഗിക്കാൻ മാത്രം പൂർണ്ണ വളർച്ച കൈവരിച്ചിട്ടില്ലെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഇത് വന്ധ്യതാ ചികിത്സാ രംഗത്ത് ഒരു വലിയ വിപ്ലവത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോശങ്ങളുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജ നിലയെയും ആന്തരിക അവയവങ്ങളുടെ ആയുസ്സിനെയും നിർണ്ണയിക്കുന്നത്. കോശങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ തകരാറുകൾ പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ ശരീരത്തിന്റെ സ്വാഭാവിക ഹോർമോൺ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും അകാല വാർദ്ധക്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത്തരം ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കോശങ്ങളുടെ ആരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താൻ വലിയ ചിലവുകളൊന്നുമില്ലാത്ത ചില ലളിതമായ ശീലങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താം. ദിവസവും കൃത്യസമയത്ത് 7 മുതൽ 8 മണിക്കൂർ വരെ ആഴത്തിലുള്ള ഉറക്കം ഉറപ്പാക്കുന്നത് കോശങ്ങളുടെ സ്വാഭാവികമായ കേടുപാടുകൾ തീർക്കുന്നതിനും പുനരുജ്ജീവനത്തിനും അത്യാവശ്യമാണ്. അതോടൊപ്പം ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുവാനും കോശങ്ങളിലേക്ക് കൃത്യമായി ഓക്സിജൻ എത്തിക്കാനും ദിവസവും ധാരാളം ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. പ്രകൃതിദത്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പ്രാദേശിക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ദിവസേന ലളിതമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും കോശങ്ങളിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ശരീരത്തിന്റെ ആന്തരിക വ്യവസ്ഥയെ ആരോഗ്യത്തോടെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യം മുൻനിർത്തി ഈ സുപ്രധാന വിവരങ്ങൾ അവരിലേക്ക് എത്തിക്കുവാനും ഈ വീഡിയോ പൂർണ്ണമായി കണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക.